ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നും നമ്മൾ ഐ യൂസ് ലാംഗ്വേജിൻ്റെ സെക്ഷനിലെ ബാക്കി ആക്ടിവിറ്റീസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇതിലും നമ്മൾ ഇന്നലെ ചെയ്തത് എന്താണ്? ആക്റ്റീവ് പാസീവ് വോയിസ്. ഒന്നും കൂടി ഞാൻ റിമൈൻഡ് ചെയ്യാം. ആക്റ്റീവ് വോയിസ് എന്ന് പറയുമ്പം ഇപ്പം ഞാൻ പറയുന്നത് ഐ ആം വാക്കിംഗ് ഓൺ ദ റോഡ്. ഓക്കെ, അപ്പം ഞാൻ ആക്ഷൻ ചെയ്യുന്നയാൾ ഐ ആണ് ആദ്യം വരുന്നത്. ആക്ഷൻ ചെയ്യിക്കപ്പെടുന്ന എന്താണ്? റോഡിലാണ് ആക്ഷൻ നടക്കുന്നത്. ഇപ്പം ഞാൻ നടക്കുന്നത് എന്താണ്? ഒരു ആക്ഷനാണ്. ആ ആക്ഷൻ എന്തിലാണ് നടക്കുന്നത്? റോഡിൽ. ഓക്കെ, അപ്പോൾ ആക്ഷൻ എന്തിലാണ് നടക്കുന്നത്? റോഡിൽ. അതേപോലെ തന്നെ അപ്പോൾ ആക്റ്റീവ് വോയിസ് എന്ന് പറയുമ്പോൾ എന്താണ്? ആക്ഷൻ ചെയ്യുന്ന ആളാണ് ഫോക്കസിൽ, അതാണ് ആദ്യം വരിക. പക്ഷേ പാസീവ് വോയിസ് ആകുമ്പോൾ എന്താണ്? പാസീവ് വോയിസ് ആകുമ്പം ദ റോഡ് ഈസ് ബീങ് വാക്ക്ഡ് ഓൺ ബൈ മീ. ഓക്കെ, ദ റോഡ് ഈസ് ബീങ് വാക്ക്ഡ് ഓൺ ബൈ മീ. അപ്പം ആ റോഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാനാണ്. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ പാസീവ് വോയിസിൽ എപ്പോഴും എന്താണ്? ഫോക്കസ് ആരായിരിക്കും? ആരുടെ മുകളിലാണ് നമ്മൾ ആക്ഷൻ ചെയ്യുന്നത് അവരാണ് ഫോക്കസിലായിരിക്കുക. ഓക്കെ, അപ്പം ആദ്യത്തെ എന്താണ്? ഐ ആം വാക്കിംഗ് ഓൺ ദ റോഡ്, അതാണ് ആക്റ്റീവ് വോയിസ്. പാസീവ് വോയിസ് എന്താണ്? ദ റോഡ് ഈസ് ബീങ് വാക്ക്ഡ് ഓൺ ബൈ മീ. അപ്പം ഇന്നത്തെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ആക്ടിവിറ്റീസും റിലേറ്റഡ് ടു ആക്റ്റീവ് പാസീവ് വോയിസ് ആണ്. മൂവിങ് ഓൺ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദിസ് ഈസ് ഡാബ്നീസ് കിഡ്സ് സ്കൂൾ ആൻഡ് ദേ ആർ ബീങ് ടോട്ട് ബൈ മിസ്സസ് പാർവതി പട്ടേൽ. ഡിസ്ക്രൈബ് വാട്ട് ഈസ് ബീങ് ഡൺ. അപ്പോൾ എന്താണ്? ഇത് സ്കൂളാണ്. സ്കൂളിൽ എന്താണ്? ഈ ടീച്ചറിൻ്റെ പേരാണ് പാർവതി പട്ടേൽ. അപ്പം ഇത് ആരുടെ സ്കൂളാണ്? ഡാബ്നീൻ്റെ കുട്ടികളുടെ സ്കൂളാണ്. അപ്പം ഇവിടെ എന്താണ്? എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ക്ലാസ്സിലെന്ന് പറയണം. എന്താണ്? ഹാൻഡ് ഈസ് ബീങ് റേസ്ഡ് ബൈ ദ ബോയ്. ഓക്കെ, ഹാൻഡ് ഈസ് ബീങ് റേസ്ഡ് ബൈ ദ ബോയ്. അതേപോലെ തന്നെ ഈ ഗേൾ എന്താണ് ചെയ്യുന്നത്? ഗേൾ റീഡ് ചെയ്യാണ്. ദ ഗേൾ ഈസ് റീഡിങ്. പക്ഷെ അത് നമ്മൾ പാസീവ് വോയിസിൽ എഴുതുമ്പം എങ്ങനെയാണ് എഴുതുക? ദ ബുക്ക് ഈസ് ബീങ് റെഡ്, അല്ലെങ്കിൽ എ ബുക്ക് ഈസ് ബീങ് റെഡ് ബൈ ദ ഗേൾ. ഓക്കെ, വേറെ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? വേറെ എന്താണ് കാണാൻ പറ്റുന്നത്? എന്താണ്? മിസ്സസ് പട്ടേൽ അല്ലെങ്കിൽ മിസ്സസ് പാർവതി പട്ടേൽ എന്താണ് ചെയ്യുന്നത്? മാത്സ് ആണ് പഠിപ്പിക്കുന്നത്. എങ്ങനെയാണ് മനസ്സിലായ മാത്സ് ആണെന്ന്? ഇതാ ഇവിടെ കുറേ നമ്പേഴ്സ് കാണുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് എഴുതുക? മാത്ത് ഈസ് ബീങ് ടോട്ട് ബൈ മിസ്സസ് പട്ടേൽ. ഓക്കെ, മാത്ത് ഈസ് ബീങ് ടോട്ട് ബൈ മിസ്സസ് പട്ടേൽ. വേറെന്താണ് പറയുക? ഇപ്പം ചെയറിലാണ് അവർ ഇരിക്കുന്നത്. അതൊന്ന് കൗണ്ട് ആവുമോ? ഓക്കെ, പിന്നെന്താണ്? പേപ്പർ ഈസ് ബീങ് റിട്ടൺ ഓൺ എന്ന് എങ്ങനെയാണ് അത് പറയാം? ഇവിടെ പേപ്പർ ഉണ്ട്. പേപ്പറിൽ എന്താണ്? ഈ കുട്ടി എഴുതുകയാണ് ചെയ്യുന്നത്. ഇതാ ഇവിടെ. അപ്പോൾ അത് നമ്മൾ എന്താ പറയുക? പേപ്പർ ഈസ് ബീങ് റിട്ടൺ ഓൺ. ഓക്കെ, പെൻ ഈസ് ബീങ് ഹെൽഡ് ഓൺ ടു. പെന്നോണ്ടാണ് എഴുതുന്നത്. അപ്പം നമ്മൾ എന്താ പറയുക? അല്ല, പെൻ ഈസ് ബീങ് ഹെൽഡ് ഓൺ ടു. പിന്നെന്താണ്? കെയിൻ ഈസ് ബീങ് പോയിൻറ്റഡ് അറ്റ് ദ ബോർഡ്. ഓക്കെ, കെയിൻ ഇസ് പോയിൻറ്റഡ് അറ്റ് ദ ബോർഡ്. കെയിൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ടീച്ചർ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ചൂരൽ, ഇതാണ് കെയിൻ. അപ്പോൾ ഇതെന്താണ്? ബോർഡിലേക്ക് പോയിൻറ്റഡ് ആണ്. ബേസിക്കലി ഈ ഹോൾ ആക്ടിവിറ്റീൻ്റെ ഉദ്ദേശം എന്താണ്? നിങ്ങളുടെ ഒബ്സർവേഷൻ സ്കിൽസ് നോക്കലല്ല, എങ്ങനെയാണ് നമ്മൾ സാധാരണ രീതിയിലും നമ്മൾ യൂസ് ചെയ്യുന്ന സെൻറ്റൻസസ് യൂഷ്വലി ആക്റ്റീവ് വോയിസ് ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഇതിൻ്റെ നോട്ട്സും ഞാൻ ഷെയർ ചെയ്യാം. നെക്സ്റ്റിലേക്ക് പോവാം. എല്ലാം ഒന്നും നമ്മൾ ഡിസ്കസ് ചെയ്യില്ല. ഇപ്പം ഓരോന്നിലും ചിലപ്പം കുറേ സെൻറ്റൻസസ് ഉണ്ടാവും. ഐ വിൽ ഗിവ് യു എൻ എക്സാമ്പിൾ ഓഫ് അറൗണ്ട് 5. ഞാൻ 5 എക്സാമ്പിൾ തരും. ബാക്കി എൻ്റെ നോട്ട്സ് ഞാൻ ഷെയർ ചെയ്യും. ഓക്കെ, ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗിവൻ ബിലോ. Dabney and his family happened to spend a night at an old roadside inn. The first picture shows how the room looked when they entered. The second picture is the room after they moved in. Let's point out the changes that have happened. അപ്പം ഡാബ്നിൻ്റെ ഫാമിലി എന്താണ്? ഒരു പഴയ റോഡ് സൈഡ് ഇന്നിൽ താമസിക്കാൻ പോയി. ഒരു പഴയ ഹോട്ടലിൽ താമസിക്കാൻ പോയി. ആ സമയത്ത് എന്താണ്? ആദ്യത്തെ പിക്ചർ എന്താണ് കാണിക്കുന്നത്? ആ റൂം അവർ കയറിയ പാട് എങ്ങനെ ഉണ്ടായിരുന്നത് അതാണ് കാണിക്കുന്നത്.
അതിനുശേഷം എന്താണ്, ദ സെക്കൻഡ് പിക്ചർ ഇസ് ദ റൂം ആഫ്റ്റർ ദേ മൂവ്ഡ് ഇൻ. സെക്കൻഡ് പിക്ചർ എന്താണ്, അവർ കയറിയതിന് ശേഷം ഇല്ല അവസ്ഥയാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് മാറ്റങ്ങൾ കാണുന്നതെന്ന് പറയാം. ഓക്കെ, ഇപ്പം ബെഡ് എന്താണ്, ദ റൂം ഹാസ് ബീൻ സ്വെപ്റ്റ്. അപ്പം റൂം എന്താണ്, വൃത്തിയാക്കി കഴിഞ്ഞു, തുടച്ചു കഴിഞ്ഞു. ബെഡ് എന്താണ്, ദ ബെഡ് ഹാസ് ബീൻ മെയ്ഡ്. ബെഡ് ഹാസ് ബീൻ മെയ്ഡ്. ബെഡിന് അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ ബെഡ് ഹാസ് ബീൻ മെയ്ഡ് എന്നാണ് പറയുക. ക്ലോത്ത്സ് ഹാവ് ബീൻ ഫോൾഡഡ്. ഓക്കെ, ക്ലോത്ത്സ് എന്താണ്, ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. പിന്നെന്താണ്, ദ ടേബിൾ ഹാസ് ബീൻ ലേഡ്. ഓക്കെ, ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ബെഡ് ഹാസ് ബീൻ മെയ്ഡ് എന്ന് പറഞ്ഞ പോലെ തന്നെ ടേബിൾ എപ്പോഴും ലേ ആണ് ചെയ്യുക. അതേപോലെ തന്നെ ബെഡ് എപ്പോഴും മേക്ക് ആണ് ചെയ്യുക. അതുകൊണ്ടാണ് ദ ടേബിൾ ഹാസ് ബീൻ ലേഡ് എന്ന് പറയാം. പിന്നെ എന്താണ്, ബുക്സ്. ഓക്കെ, ബുക്സ് ഹാവ് ബീൻ അറേഞ്ച്ഡ്. ഓക്കെ, ബുക്സ് എവിടെയില്ലേ, ഇതാ ഇവിടെ ഷെൽഫിൽ അത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ബുക്സ് ഹാവ് ബീൻ അറേഞ്ച്ഡ്. ദ ടി വി ഹാസ് ബീൻ ടേൺഡ് ഓഫ്. ഓക്കെ, ടി വി ഓൺ ആയിരുന്നു, അത് ഓഫാക്കി. ക്യാൻഡിൽസ് ഹാവ് ബീൻ ലിറ്റ്. ക്യാൻഡിൽസ് ഹാവ് ബീൻ ലിറ്റ്. മെഴുകുതിരി എന്താണ്, കത്തിച്ചു. ഗാർബേജ് എന്താണ്, ഗാർബേജ് ഹാസ് ബീൻ ത്രോൺ ഔട്ട്. ദ സൈഡ് ടേബിൾ ഹാസ് ബീൻ ക്ലീൻഡ്. ഓക്കെ, ദ സൈഡ് ടേബിൾ ഹാസ് ബീൻ ക്ലീൻഡ്. ഇതാ ഇവിടെ സൈഡ് ടേബിളിൻ്റെ ഡോറൊക്കെ തുറന്നിട്ടായിരുന്നു അതില്ലത്, ഇപ്പോൾ അത് ക്ലീനായി. ദ ഫ്ലവേഴ്സ് ഓക്കെ, ദ ഫ്ലവേഴ്സ് ഹാസ് ബീൻ ഫിൽഡ് വിത്ത് ഫ്ലവേഴ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോട്ടീസ് ചെയ്യുന്നത്. അപ്പം ഈ എല്ലാ സെൻറ്റൻസിലും കോമൺ ആയ ഒരു കാര്യം എന്താണ്, കോമൺ ആയ ഒരു കാര്യം ആണ് നമ്മൾ ആക്ഷൻ ചെയ്യപ്പെടുന്ന ഒരു സാധനത്തിലാണ് ഫോക്കസ്. ഓക്കെ, അതായത് ബെഡ് ഹാസ് ബീൻ മെയ്ഡ്. അത് നമ്മൾ ആക്റ്റീവ് വോയിസിൽ പറയുമ്പോൾ എന്താണ് പറയുക, വി ഹാവ് മെയ്ഡ് ദ ബെഡ്. ഓക്കെ, അപ്പം ചെയ്യുന്ന ആളാണ് ഫോക്കസ്. പക്ഷെ ഇവിടെ എന്താണ്, എന്താണ്, ഏതിലാണ് നമ്മൾ ആക്ഷൻ ചെയ്യുന്നത്, ദ റിസീവർ ഓഫ് ദ ആക്ഷൻ ആണ് ഫോക്കസ്. ഓക്കെ, ഇതെപ്പോഴും ഓർമ്മിക്കണം. പാസീവ് വോയിസിൽ റിസീവർ ഓഫ് ദ ആക്ഷൻ ആണ് ഫോക്കസ്, ആക്റ്റീവ് വോയിസിൽ ഡൂവർ ഓഫ് ദ ആക്ഷൻ ആണ് ഫോക്കസ്. നെക്സ്റ്റ്, the roadside inn provided Dabney and his family a frugal breakfast. This was how the breakfast table was laid. Try saying what changes have come by the end of the meal. അപ്പം ഇങ്ങനെയാണ് ആദ്യം കൊടുത്തത് ഭക്ഷണം. അതിന് ശേഷം എന്താണ് അവസ്ഥ, the juice has been drunk. ഓക്കെ, ഇതും പാസീവ് വോയിസിലാണ് പറയേണ്ടത്. juice has been drunk. The knife has been stained with butter. എന്താണ്, 2 eggs have been eaten. പിന്നെ എന്താണ്, the tea packet has been opened. ഇതാ ഇവിടെ ചായൻ്റെത്. water has been drunk. പിന്നെ എന്താണ്, bread has been cut. apple has been cut. milk has been drunk. ഓക്കെ, പിന്നെ എന്താണ്, cereal has been eaten. ഓക്കെ, ഇത് ചായപ്പൊടി അല്ലായിരുന്നു. ഓക്കെ, ഇത് സീരിയൽ ആയിരുന്നു, സോറി. സീരിയൽ ഹാസ് ബീൻ പോർഡ് ഇൻ ദ ബോൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ചേഞ്ചസ്. ഇത് ബേസിക്കലി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും അല്ല, നിങ്ങൾക്ക് ക്ലിയർലി കാണാം. പക്ഷേ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇത് നിങ്ങൾ എപ്പോഴും ഓർമ്മിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് തന്നിട്ട് അത് പാസീവ് വോയിസിലേക്ക് മാറ്റാൻ പറയുമ്പം ഒരിക്കലും പേടിക്കണ്ട. കാരണം ആക്റ്റീവ് വോയിസിൽ എപ്പോഴും എന്താണ്, ആരാണ് ആക്ഷൻ ചെയ്യുന്നത് അവരായിരിക്കും ഫസ്റ്റിൽ, അതിനുശേഷം ആണ് ആരുടെ മോളിലാണ് ആക്ഷൻ ചെയ്യുന്നത് എന്ന് വരിക. പക്ഷേ ഇവിടെ എന്താണ്, ആദ്യം ആരുടെ മോളിലാണ് ആക്ഷൻ ചെയ്യുന്നത് പാസീവ് വോയിസിൽ, അതാണ് വരിക. അതിനുശേഷം ആക്ഷൻ വരും, ലാസ്റ്റിലാണ് ആക്ഷൻ ചെയ്യുന്ന ആൾ വരിക. അപ്പം ആക്ഷൻ ചെയ്യുന്ന ആളായിരിക്കും ലാസ്റ്റ് ഫോക്കസ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ഫോം സെൻറ്റൻസസ് ബേസ്ഡ് ഓൺ ദ ക്ലൂസ് ഗിവൻ ബിലോ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ക്ലൂ, താജ്മഹൽ വാസ് ബിൽഡ് ബൈ ഷാജഹാൻ. ഇത് ഫസ്റ്റ് ആണ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് എന്താണ്, ഈ ബോയിൻ്റെ മുഖം കാണുമ്പോൾ എന്താ തോന്നുന്നത്, ഗ്ലാസ് അവനാ പൊട്ടിച്ചതെന്ന്. അപ്പോൾ എന്താണ്, ദ ഗ്ലാസ് ഹാസ് ബീൻ ബ്രോക്കൻ ബൈ ദ ബോയ്. ഓക്കെ, ദ ഗ്ലാസ് ഹാസ് ബീൻ ബ്രോക്കൻ ബൈ ദ ബോയ്. പിന്നെയും എന്താണ്,
ആരുടെ മുകളിലാണ് ആക്ഷൻ ചെയ്തത്? ഗ്ലാസ് ആണ് പൊട്ടിയത്. അപ്പോൾ ഗ്ലാസിൻ്റെ മുകളിലാണ് ആക്ഷൻ നടന്നത്. പക്ഷേ ഇവിടെ എന്താണ്? ഗ്ലാസ് ആണ് ഫോക്കസിൽ. നെക്സ്റ്റ് എന്താണ്? എഗ്സ്. ഹെന്നെ കാണുന്നുണ്ട്, എഗ്സിനെ കാണുന്നുണ്ട്. എഗ്സ് ഹാവ് ബീൻ ലെയിൻ ബൈ ദ ഹെൻ. ഓക്കെ, എഗ്സ് ഹാവ് ബീൻ ലെയിൻ ബൈ ദ ഹെൻ. അപ്പം ഹെൻ എന്താണ്? എഗ്സ് ലേ ചെയ്തു, മുട്ടയിട്ടു. മുട്ടയിട്ട ആളാണ് ഫോക്കസ് ശരിക്കും വേണ്ടത് ആക്റ്റീവ് വോയിസിൽ. അതായത് ഹെന്നാണ് ആക്റ്റീവ് വോയിസിൽ ഫോക്കസ്, പക്ഷേ പാസീവ് വോയിസിൽ ഫോക്കസ് എഗ്സ് ആണ്. പിന്നെന്താണ്? കൈറ്റ്സ് ചിൽഡ്രൻ. അപ്പം കൈറ്റ്സ് ഇങ്ങനെ എന്താ ചെയ്യുന്നത്? കൈറ്റ്സ് ആർ ബി ഫ്ലോൺ ബൈ ദ ചിൽഡ്രൻ. അതായത് കൈറ്റ്സ് അവർ പറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം കുട്ടികളാണ് പറപ്പിക്കുന്നത്. ആക്റ്റീവ് വോയിസ് ആണെങ്കിൽ എന്തായിരിക്കും സെൻറ്റൻസ്? ചിൽഡ്രൻ ആർ ഫ്ലൈയിങ് കൈറ്റ്സ്. പാസീവ് വോയിസ് ആകുമ്പം ഇവിടെ എന്താണ്? കൈറ്റ്സ് ആർ ബീങ് ഫ്ലോൺ ബൈ ദ ചിൽഡ്രൻ. പിന്നെന്താണ്? ഗ്രേറ്റ് വാൾ ഓഫ് ചൈന വാസ് ബിൽറ്റ് ബൈ കി ഷി ഹുവ. ഓക്കെ, കി ഷി ഹുവ. ഓക്കെ, അപ്പം ഇവിടെ എന്താണ്? ആക്ഷൻസ് ഹിയർ ഓൾറെഡി കംപ്ലീറ്റഡ്, ഗോയിങ് ഓൺ. അപ്പോൾ എന്താണ്? ആക്ഷൻസ് ആർ ഓൾറെഡി കംപ്ലീറ്റഡ്. ഓൾറെഡി കംപ്ലീറ്റ് ആയ ആക്ഷൻസ്. പിന്നെ ഒരു ആക്ഷൻ മാത്രം, കൈറ്റ്സ് ആർ ബീങ് ഫ്ലോൺ ബൈ ദ ചിൽഡ്രൻ. അതായത് കുട്ടികളിപ്പോൾ പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതല്ലാതെ ബാക്കി എല്ലാ ആക്ഷനും എന്താണ്? ഓൾറെഡി കംപ്ലീറ്റ് ആണ്. ഫോർത്ത് സെൻറ്റൻസിലെ ആക്ഷൻ അല്ലാതെ ബാക്കി എല്ലാ ആക്ഷനും ഓൾറെഡി കംപ്ലീറ്റ് ആയ ആക്ഷൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? Dabney was made the principal of a new school built in his town. As the new principal, he was assigned the duty of supervising the developmental programs of the school. The school management made him sign an agreement, complete the conditions in the agreement. അപ്പോൾ എന്താണ്? ഡാബ്നീനെ എന്താണ്? പ്രിൻസിപ്പൽ ആക്കി സ്കൂളിൻ്റെ. അപ്പോൾ പ്രിൻസിപ്പലിൻ്റെ എന്താണ് ഡ്യൂട്ടി? എന്തൊക്കെയാണ് സൂപ്പർവൈസ് ചെയ്യേണ്ടത് പ്രിൻസിപ്പൽ സൂപ്പർവൈസ് ചെയ്യേണ്ടത്? ഇപ്പം ആദ്യം തന്നെ എന്താണ്? ദ ന്യൂ വിങ് വിൽ ഓപ്പൺ ബൈ ദ സ്റ്റാർട്ട് ഓഫ് ദ നെക്സ്റ്റ് അക്കാഡമിക് ഇയർ. ഓക്കെ, ന്യൂ വിങ് എന്താണ്? അത് സ്റ്റാർട്ട് ഓഫ് ദ അക്കാഡമിക് ഇയറിൽ ആദ്യം തന്നെ തുറക്കും. അതാണ് ഐ എം സോ സോറി, അതല്ല ഫസ്റ്റ്. കൺസ്ട്രക്ഷൻ ഓഫ് ദ ന്യൂ വിങ് വിൽ ബി ഓവർസീൻ ബൈ ദ ന്യൂ പ്രിൻസിപ്പൽ. ഇതാണ് ഫസ്റ്റ്. ഓക്കെ, അതിനുശേഷം ദ ന്യൂ വിങ് will be open by the start of the next academic year. Okay, അപ്പം by the start of the next academic year the new wing will be open. അതാണ് സെക്കൻഡ്. അതിനുശേഷം എന്താണ്? a new cafeteria will be built. ഇതെന്താണ്? 1 second. ഓക്കെ, ഐ എം സോ സോറി, ഇത് അറേഞ്ച് അല്ല ചെയ്യേണ്ടത്, ഇതിൻ്റെ വോയിസ് ചേഞ്ച് ആണ് ചെയ്യേണ്ടത്. സോറി, ഐ എം സോ സോറി. അപ്പോൾ ഇവിടെ എന്താണ്? ദ ന്യൂ ബൈ ദ സ്റ്റാർട്ട് ഓഫ് ദ നെക്സ്റ്റ് അക്കാഡമിക് ഇയർ ദ ന്യൂ വിങ് വിൽ ഓപ്പൺ. ഓക്കെ, പിന്നെന്താണ്? സ്റ്റുഡൻസ് എസ്തെറ്റിക് ആൻഡ് ആർട്ടിസ്റ്റിക് ടാലൻസ് വിൽ ബി ഗിവൻ പ്രയോറിറ്റി. ഓക്കെ, ഫസ്റ്റ് സെൻറ്റൻസും അതല്ല, പ്ലീസ് ക്യാൻസൽ ഔട്ട് വട്ട് എവർ ഐ സെഡ് നൗ. സെക്കൻഡ് സെൻറ്റൻസ് എന്താണ്? ദ ന്യൂ വിങ് വിൽ ബി ഓപ്പൺ ബൈ ദ സ്റ്റാർട്ട് ഓഫ് ദ നെക്സ്റ്റ് അക്കാഡമിക് ഇയർ. അതാണ് സെൻറ്റൻസ്. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ അതാണ് പറഞ്ഞത് ചെയ്യാൻ. സ്റ്റുഡൻസ് എസ്തെറ്റിക് ആൻഡ് ആർട്ടിസ്റ്റിക് ടാലൻസ് വിൽ ബി ഗിവൻ പ്രയോറിറ്റി. അപ്പം കുട്ടികൾ എന്താണ്? ആർട്ടിസ്റ്റിക് ആയ ടാലൻസ് ആണ് പ്രയോറിറ്റി കൊടുക്കുക. A new cafeteria will be built for the students and the faculty. അതിനുശേഷം എന്താണ്? പ്ലാസ്റ്റിക്സ് വിൽ ബി ബാൻഡ് ഫ്രം ദ സ്കൂൾ പ്രൊമൈസസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നോക്കേണ്ടത്. അപ്പം ഈ ആക്ഷൻസ് എന്താണ്? ആർ ദേ ഓൾറെഡി കംപ്ലീറ്റഡ്, ആർ ദേ ഗോയിങ് ഓൺ, ഓർ ആർ ദേ അബൌട്ട് ടു സ്റ്റാർട്ട്? ദേ ആർ അബൌട്ട് ടു സ്റ്റാർട്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇപ്പോഴും നടക്കാത്ത കാര്യങ്ങളാണ്, നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഇത്. നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോവാം. When Dabney and his family were on vacation, his niece Sarah Ford was kidnapped. Details regarding the kidnapping are given below in jumbled order. Order them and write a paragraph about the kidnapping. ഓക്കെ, അപ്പം എന്താണ്, എങ്ങനെയാണ് കിഡ്നാപ്പിംഗ് നടന്നത് എന്ന് പറയണം. ഓക്കെ,
അപ്പോൾ എങ്ങനെയാണ് പറയാം, എങ്ങനെയാണ് അത് റിപ്പോർട്ട് ചെയ്യുക? The police were informed immediately. A letter saying Sarah would be released as soon as the kidnappers were given $300,000 was sent the same day of kidnapping. It is said that threatening calls have been made. Sarah was last seen at the park. All areas are being searched thoroughly since yesterday. Nothing has been found so far about the whereabouts of Sarah or her kidnappers. അപ്പോൾ ഇതിലുള്ള മോസ്റ്റ്ലി ഓൾ സെൻറ്റൻസസ് ആർ ഇൻ പാസീവ് വോയിസ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ്? നൗ ഐ നോ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ അറിയുന്നത്? സബ്ജക്റ്റ് ഇസ് ഹൈലൈറ്റഡ് ഇൻ ദ ആക്റ്റീവ് വോയിസ് ആൻഡ് ആക്ഷൻ ഇസ് ഹൈലൈറ്റഡ് ഇൻ ദ പാസീവ് വോയിസ്. ഓക്കെ, സബ്ജക്റ്റ് എന്ന് പറയുമ്പം ഡൂവർ ഓഫ് ദ ആക്ഷൻ ആണ് ഹൈലൈറ്റ് ആവുന്നത് ആക്റ്റീവ് വോയിസിൽ. ആക്ഷൻ ആൻഡ് ഒബ്ജക്റ്റ് ആണ് ഹൈലൈറ്റ് ആവുന്നത് പാസീവ് വോയിസിൽ. സബ്ജക്റ്റ് ഓഫ് ദ ആക്റ്റീവ് വോയിസ് ബിക്കംസ് ലെസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദ പാസീവ് വോയിസ്. കറക്റ്റ് ആണ്. പാസീവ് വോയിസിൽ എന്താണ് ചെയ്യുന്നയാൾ എന്താണ് ഭയങ്കര കുറവാണ് ഇമ്പോർട്ടൻറ്റ്. വേർബ് ഇൻ ദ പാസീവ് വോയിസ് ടേക്ക് ദ ഫോം ഓഫ് ബി പ്ലസ് പാർട്ടിസിപ്പിൾ. അതായത് ഈ പാസീവ് വോയിസിൽ നമ്മൾ കുറേ സെൻറ്റൻസ് നമ്മൾ ചെയ്തിരുന്നില്ലേ? ഇപ്പം ഞാൻ പറയുന്നത് സാര ഹാസ് ബീൻ കിഡ്നാപ്ഡ്. സാര ഹാസ് ബീൻ കിഡ്നാപ്ഡ് ബൈ ദ കിഡ്നാപ്പേഴ്സ്. അപ്പോൾ ഫോക്കസ് ആരാണ് ഇവിടെ? സാരയാണ്. അപ്പോൾ ഇതെന്താണ്? ആക്റ്റീവ് വോയിസ് ആണ്. അല്ല സോറി, ഇത് സാര, ഐ എം സോ സോറി, ദ കിഡ്നാപ്പേഴ്സ് ഹാവ് കിഡ്നാപ്ഡ് സാര. ഇതാണ് എന്ത്? പാസീവ് ആക്റ്റീവ് വോയിസ്. പാസീവ് വോയിസ് ആണ് സാര ഹാസ് ബീൻ കിഡ്നാപ്ഡ്. ഓക്കെ, അപ്പോൾ ബൈ ദ കിഡ്നാപ്പേഴ്സ്. അപ്പം ആദ്യം എന്തായിരുന്നു സബ്ജക്റ്റ്? കിഡ്നാപ്പേഴ്സ് ആയിരുന്നു സബ്ജക്റ്റ്. പക്ഷേ ഇപ്പം എന്തായി? കിഡ്നാപ്പേഴ്സ് ലെസ് ഇമ്പോർട്ടൻ്റ് ആയി. മോർ ഇമ്പോർട്ടൻ്റ് ആരായി? ഹാസ് ബീൻ കിഡ്നാപ്ഡ്. അല്ലെങ്കിൽ സാര ഈസ് കിഡ്നാപ്ഡ് എന്ന് ഞാൻ പറയുന്നു വിചാരിക്കുക. അപ്പം ഈ ബീൻ്റെ ഫോമാണ് ഇസ് ആൻഡ് ആർ. ഇത് നമ്മൾ ഇന്നലെ ചെയ്തിരുന്നു. അപ്പം ഈ ഇസ് ആൻഡ് ആർ പ്ലസ് വേർബ് വരുന്ന ആ ഒരു കണ്ടീഷൻ എപ്പോഴും വരുന്നത് എന്താണ്? പാസീവ് വോയിസിൽ അങ്ങനത്തെ ഒരു കണ്ടീഷൻ വരുള്ളൂ. ഓക്കെ, വി യൂസ് ദ ആക്റ്റീവ് വേർബ് വെൻ ദ സബ്ജക്റ്റ് ഇസ് ദ person or thing doing the action. നമ്മളെപ്പോഴാണ് ആക്റ്റീവ് വേർബ് യൂസ് ചെയ്യുക? Subject or thing doing the action. Okay. We use the passive voice when the subject is not the agent. We can change the voice only if the verb is an object. ഇത് ബേസിക്കലി ഭയങ്കര കോംപ്ലിക്കേറ്റഡ് വേസിൽ അവർ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് നമ്മൾ ഇത്രയും നേരം ചെയ്തത് തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ബേസിക്കലി നിങ്ങൾ ബേസിക് കോൺസെപ്റ്റ്സ് ക്ലിയർ ആയാൽ തന്നെ നിങ്ങൾക്ക് ആക്റ്റീവ് പാസീവ് വോയിസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്താണ്? ലെറ്റ്സ് ചേഞ്ച് ദ സെൻറ്റൻസ് ഇൻ ടു പാസീവ്. ഫൈൻഡ് ദ സബ്ജക്റ്റ്, ഫൈൻഡ് ദ ഒബ്ജക്റ്റ്. ഫൈൻഡ് ദ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഫൈൻഡ് ദ ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ഹീ ഓപ്പൻസ് ദ ഡോർ. ഓക്കെ, ഹീ ഓപ്പൻസ് ദ ഡോർ എന്ന് പറയുമ്പം ഇവിടെ എന്താണ്? സബ്ജക്റ്റ്. അപ്പം ഓക്കെ, ഇത് കൺവേർട്ടായ കാര്യങ്ങൾ തന്നെയാണ്. ഇൻ പാസീവ് കൺസ്ട്രക്ഷൻസ് ദ ഒബ്ജക്റ്റ് ഓഫ് ദ ആക്റ്റീവ് വോയിസ് ബിക്കംസ് ദ സബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ എന്താണ്? പാസീവ് കൺസ്ട്രക്ഷനിൽ എന്താണ് പറ്റുക? ഒബ്ജക്റ്റ് ആണ് സബ്ജക്റ്റ് ആവുക. അപ്പോൾ അതെന്തായിരിക്കും? ഡോർ. ഹീ ഓപ്പൺസ് ദ ഡോർ ആക്റ്റീവ് വോയിസ് ആണ്. അതിലെന്താണ്? ഹീ ആണ് ഫോക്കസ്. ഇപ്പോൾ പക്ഷെ എന്താണ് ഫോക്കസ്? സബ്ജക്റ്റ് ആണ് ഫോക്കസ്. ഓക്കെ, അണ്ടർലൈൻ ദ വേർബ്. വേർബ് ഏതാണ്? ഓപ്പൻസ് ആണ് ആക്റ്റീവ് വോയിസിൽ. ഈസ് ഓപ്പൻഡ്, അതായത് ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ പ്ലസ് വേർബ് എന്നല്ലേ, അല്ല, ബീൻ്റെ ഒരു ഫോമാണ് ഇസ് ആർ എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ബീൻ്റെ ഒരു പാർട്ടും വേർബും കൂടി വരുമ്പോഴാണ് പാസീവ് വോയിസിൽ അങ്ങനത്തെ ഒരു ഫോം ഓഫ് വേർബാണ് യൂസ് ചെയ്യുന്നത്. ഈസ് ഓപ്പൺഡ്. ഇത് ഓക്സിലറി വേർബും ഇതും ഒരുമിച്ച് വരുന്ന ഒരു സംഭവമാണ്. അണ്ടർലൈൻ ദ വേർബ്. ദ പാസീവ് വേർബ് ഫോം ഷുഡ് ബി പ്ലസ് past participle. The verb form of the passive voice will be is opened. Okay. Ini passive voice, passive sentence is the new subject plus passive form of the verb plus by the doer of the action. Okay, അപ്പം ഇത് ഇത്രയും നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കാതെ നമ്മൾ ഇത് നോക്കിയാൽ മതി. ഹീ ഓപ്പൺസ് ദ ഡോർ, ഇതാണ് സെൻറ്റൻസ്. ഹീ സബ്ജക്റ്റ് ആണ്, ഓപ്പൺസ് വേർബ് ആണ്, ദ ഡോർ ഒബ്ജക്റ്റ് ആണ്. ഇതാണ് നോർമൽ സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ് ആണ് സാധാരണ സെൻറ്റൻസിൻ്റെ ഫോർമാറ്റ്. പക്ഷേ ഇതിപ്പം എന്താണ്, ഒരു പാസീവ് വോയിസ് ആകുമ്പം സബ്ജക്റ്റ് ആണ് ആദ്യം വരിക, അതിനുശേഷമാണ് ഈസ് എന്ന് പറയുന്നത് എന്താണ്, ബി.
ബി പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പൽ വെർബ്. അതിനുശേഷമാണ് ഏജൻറ്റ്. ഓക്കെ, ഡൂവർ ഓഫ് ദ ആക്ഷൻ. അപ്പോൾ സബ്ജക്റ്റ് വെർബ് ഏജൻറ്റ് ആവും ഫോർമാറ്റ്. ഓക്കെ, ഇവിടെ എന്താണ് നിങ്ങൾക്ക് എല്ലാം ഡിഫറൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹി ഓർ ഷീ ഓപ്പൺ ദ ഡോർസ്, ദേ ഓപ്പൺ ദ ഡോർ. അതെന്താണ്? ദ ഡോർ ഇസ് ഓപ്പൺഡ് ബൈ ഹിം ഓർ ഹർ, ഡോർസ് ആർ ഓപ്പൺഡ് ബൈ ദെം. അപ്പോൾ ഇവിടെ കുറേ ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് നോക്കിയാൽ മതി. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു.